ഇതിന് മേലെ ഒരു കണക്ഷൻ, ഒരു ടെലിഫോൺ കണക്ഷൻ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് KCB പണം 13,000 രൂപ പണം അടക്കണം, എന്നിട്ട് മാത്രമേ അവരെ ക്ലിയറൻസ് കൊടുക്കൂ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ക്ലിയറൻസ് കിട്ടിയാൽ തന്നെ ഈ ട്രാൻസ്ഫോമർ മാത്രം ചാർജ് ചെയ്തുകൊണ്ട് കത്തൂലല്ലോ, അതിന് മറ്റ് പണികൾ പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ മറ്റ് പണികൾ പൂർത്തീകരിക്കാത്തതിനെ കുറിച്ച് കരാറുകാരനോട് ചോദിച്ചപ്പോൾ കരാറുകാരൻ പറയുന്നത് ഇതിന് ഇതുവരെ എടുത്ത പണിയുടെ പൈസ KCB കൊടുത്തിട്ടില്ല എന്നാണ്. അങ്ങനെ KCB പൈസ കൊടുക്കാത്തത് കൊണ്ട് എന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിനീയർ കാലഘട്ടത്തിൽ ഇതിന്റെ എസ്റ്റിമേറ്റ് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ പറ്റാത്തതെന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ഈ അടുത്ത കാലത്ത് മലപ്പുറം KCBയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇത് ഈ 3 ലക്ഷം ജില്ലാ പഞ്ചായത്ത് ഡെപ്പോസിറ്റ് ചെയ്ത വകയിൽ ഇനിയും പണം മിച്ചമുണ്ടെന്നും ആ പണം ഉപയോഗിച്ച് ഇതിന്റെ ബില്ല് നൽകാമെന്നും അതിൽ നിന്ന് തന്നെ BSNL ഫണ്ട് നൽകാമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഉടനെ വൈകാതെ പണി പൂർത്തീകരിക്കുമെന്നാണ് KCBയിലെ AXI എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ നാട്ടുകാർക്ക് മുമ്പിൽ നാട്ടുകാർ ഒരു പ്രതിഷേധപരമായിട്ടാണ്, KCBയോടുള്ള പ്രതിഷേധമായിട്ടാണ് ജനങ്ങളെ കാലി ബാഗും വാഴത്തണ്ടും കാലി കുപ്പിയുമൊക്കെ തൂക്കി KCBയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ബന്ധപ്പെട്ട ആളുകൾ ഇത് ഇനിയും കണ്ടില്ലെങ്കിൽ ഇതിന്റെ നാണക്കേട് KCBക്കാണ്. ഇത് പഞ്ചായത്തിന്റെ പരിധിയിലോ മറ്റു കാര്യങ്ങളിലോ വരുന്നല്ലാത്തത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. സർക്കാരാണ് ഇത് കണ്ണു തുറക്കേണ്ടത്, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം കായൊക്കെ പിരിപ്പിച്ച് ജനങ്ങളുടെ അടുത്തൊക്കെ വാങ്ങിയിട്ട് ഇമ്മണി കാര്യം ഗുരുദ്വാര അച്ചെടുക്കാതെ കിടക്കുകയാണ്. അതിന് പറയാനുള്ളത്, കാരണം ഭയങ്കര ബുദ്ധിമുട്ടില്ല. എങ്ങനെ KCB ആണ് അത് ചെയ്യാത്തത്. KCB ആണ് പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. നാട്ടുകാരും എല്ലാവരും എല്ലാ വീട്ടുകാരും കാശൊക്കെ വാങ്ങിക്കാണ്ടും ഒക്കെ കൊടുത്ത് പിരിപ്പിച്ചൊക്കെ കൊടുത്തിക്കണം. KCB ചെയ്യണില്ല. അതിന്